മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയമായ ചിന്താധാരകള് ഇന്ന് ലോകം സ്വീകരിച്ചിരിക്കുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാമാണ് നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിൽ കേൾക്കാറുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം. ഇന്ന് നമ്മൾ കേൾക്കാറുള്ളത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ജീവിത സന്ദേശങ്ങളാണ്. ഇതിൽ ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു സന്ദേശമാണ്. ആയുർവേദം കൈകാര്യം ചെയ്യുന്നവര്, വാസ്തുവിദ്യ കൈകാര്യം ചെയ്യുന്നവര്, അതേപോലെ തന്നെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവര്, മന്ത്രങ്ങളും തന്ത്രങ്ങളും കൈകാര്യം ചെയ്യുന്നവര്, ഭാരതീയമായ നന്മകൾ കൈകാര്യം ചെയ്യുന്നവര് എന്നും ഓർമ്മിക്കാനുള്ള ഒരു കാര്യമല്ല. ഒരു അമേരിക്കൻ ഡോക്ടർ എന്ത് തെറ്റ് ചെയ്താലും ആ ഡോക്ടറെ കുറിച്ച് ജനങ്ങൾ ചീത്ത പറയുള്ളൂ. ആ ഡോക്ടറെ മാത്രമേ ഡീഗ്രേഡ് ചെയ്യുള്ളൂ അമേരിക്കൻ ഡോക്ടർ ചെയ്താൽ. പക്ഷെ ഇന്ത്യക്കകത്ത് പുറത്ത് ആയുർവേദത്തിന്റെ ഒരു ഡോക്ടർ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അയാൾ കൊടുത്ത മരുന്ന് ശരിയായില്ല, അസുഖം മാറിയില്ല, അല്ലെങ്കിൽ അയാൾ ഡയഗ്നോസ് ചെയ്ത രീതി തെറ്റാണെന്ന് വിചാരിക്കുക. ആ ഡോക്ടറെ അല്ല ആൾക്കാർ ചീത്ത പറയുക, ആയുർവേദത്തെയാണ് ചീത്ത പറയുക. അപ്പൊ അമേരിക്കയിലെ മെഡിക്കൽ സയൻസിൽ അപാകത ഉണ്ടായാൽ ഡോക്ടറുടെ പുറത്തായിരിക്കും ബ്ലെയിം വരിക. ഇന്ത്യയിലെ മെഡിക്കൽ സയൻസ് കൈകാര്യം ചെയ്യുന്നവരുടെ പുറത്ത് ബ്ലെയിം വന്നാൽ ആ വ്യക്തിയെ അല്ല ബാധിക്കുക, ആയുർവേദത്തെയാ ബാധിക്കുക. ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവര് തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തിയെ അല്ല കുറ്റപ്പെടുത്തുക, ജ്യോതിഷത്തെയാ കുറ്റപ്പെടുത്തുക. അമേരിക്കയില് ഇതേമാതിരി ഫ്യൂച്ചറോളജി പറയുന്ന വല്ലവർക്കും തെറ്റുപറ്റിയാൽ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുള്ളൂ, അമേരിക്കയെ കുറ്റപ്പെടുത്തില്ല, ആ വിഷയത്തെ കുറ്റപ്പെടുത്തില്ല. വാസ്തുവിദ്യയിൽ അപാകത വന്നാൽ ഭാരതത്തില് അത് കൈകാര്യം ചെയ്യുന്നവനെ അല്ല കുറ്റപ്പെടുത്തുക, മറിച്ച് ഭാരതീയ അറിവുകളെയാണ് വിമർശിക്കുക. അമേരിക്കയിൽ ഒരു സിവിൽ എഞ്ചിനീയർക്ക് അബദ്ധം പറ്റിയാൽ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുള്ളൂ, സിവിൽ എഞ്ചിനീയറിംഗിനെ കുറ്റപ്പെടുത്തില്ല. ഞാൻ 3 ഉദാഹരണം പറഞ്ഞു, കൂടുതൽ പറയാനുണ്ട്, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറയുന്നില്ല. ഭാരതീയ പൈതൃകം കൈകാര്യം ചെയ്യുന്നവരെ ഓർമ്മിക്കണം, അവര് പറയുന്നതും ചെയ്യുന്നതും ഉപദേശിക്കുന്നതുമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പിഴവുകൾ ഒരു രാഷ്ട്രത്തിനെയാണ് ബാധിക്കുക, ഒരു അറിവിന്റെ ശാഖയെയാണ് ബാധിക്കുക, വ്യക്തിയെ അല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ ആയുർവേദം പഠിച്ച് പ്രയോഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും, വാസ്തുവിദ്യ പഠിച്ച് പ്രയോഗിക്കുന്നവരും അത് പഠിക്കുന്നവരും, മന്ത്രങ്ങളും തന്ത്രങ്ങളും ജ്യോതിഷവും എല്ലാം പഠിക്കുന്നവരും പ്രയോഗിക്കുന്നവരും ഓർമ്മിക്കണം വ്യക്തമായിട്ട്, അവര് ചെയ്യുന്ന എല്ലാ കുറ്റത്തിന്റെയും പാപഭാരം ഈ രാഷ്ട്രത്തിന്റെ അറിവിനും രാഷ്ട്രത്തിനുമാണ് ഏൽക്കേണ്ടി വരിക. ഇതേപോലെ മറ്റൊന്നുണ്ട്. നമ്മൾ ഇന്ത്യക്കാര് അമേരിക്കയിലോ ലോകത്തിൽ എവിടെയോ ചെന്ന് ഒളിമ്പിക്സിൽ ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു നോബൽ സമ്മാനമോ അവാർഡോ വാങ്ങിച്ചാൽ അത് അമേരിക്കയ്ക്കാ ക്രെഡിറ്റ് ഉണ്ടാവുക. ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിലോ ലോകത്തിന്റെ ഏതെങ്കിലും രാജ്യത്തിലോ ചെന്ന് എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ പത്ര വാർത്തയിൽ വരുന്നത് ആൻ ഇന്ത്യൻ കമ്മിറ്റഡ് ദ മിസ്റ്റേക്ക് എന്നാണ്. ഇന്ത്യക്കാണ് ബ്ലെയിം വരിക. അപ്പൊ തിന്മ ചെയ്താലും ഇന്ത്യക്ക് ബ്ലെയിം വരും, അത് ഇന്ത്യക്കകത്തും പുറത്തു നിന്നായാൽ. നന്മ ചെയ്താൽ അയാൾ ഏത് രാജ്യത്തിലാണോ ഉള്ളത് ആ രാജ്യത്തിന്റെ പേരാണ് പ്രസിദ്ധമാവുക, അതിന്റെ ക്രെഡിറ്റ് കിട്ടുക. അതുകൊണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന ഭാരതീയ സമൂഹം ശ്രദ്ധയോടുകൂടി ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കേൾക്കുന്ന വിഷയത്തില് മനസ്സിലാക്കണം, നമ്മുടെ രാഷ്ട്രത്തിന്റെ അറിവുകളെ
തെറ്റായിട്ട് ഉപയോഗിക്കുകയോ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയോ തെറ്റായിട്ട് പ്രയോഗിച്ച് അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള സംഭവങ്ങൾക്ക് കാരണമാവുകയോ ചെയ്യരുത്. ചെയ്താൽ നമ്മളെയാണ് അവഹേളിക്കുന്നത്, നമ്മുടെ രാഷ്ട്രത്തെയാണ് അവഹേളിക്കുന്നത് എന്ന് അറിയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവും. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, ലോകത്തിൽ എവിടെ പോകുന്ന ഭാരതീയനും അവനവന്റെ ഭാരതീയനല്ല കേരളീയൻ അവനവന്റെ രാഷ്ട്രത്തെക്കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്ന വിധത്തില്, ഡെനിഗ്രേറ്റ് ചെയ്യുന്ന വിധത്തിൽ സംസാരിക്കുന്നത് അയാൾക്കൊരു തമാശ. ആലോചിച്ച് നോക്കുക, ഒരു ശ്രീലങ്കക്കാരൻ അത് ചെയ്യില്ല, ഒരു ബംഗ്ലാദേശുകാരൻ ചെയ്യില്ല, പാകിസ്ഥാൻകാരൻ ചെയ്യില്ല, മൊറീഷ്യസുകാരൻ ചെയ്യില്ല, ഭാരതത്തിലെ മറ്റ് സംസ്ഥാനത്തിലുള്ളവരും ചെയ്യില്ല. കേരളീയനാണ് ചെയ്യുന്നത്. നമ്മുടെ നാടിനെ അപഹസിക്കുമ്പോൾ, നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിദ്യയെ അപഹസിക്കുമ്പോൾ, ഭാരതീയ വിദ്യകളെ അപഹസിക്കുമ്പോൾ ഈ നാടിനെയാണ് നമ്മൾ അവഹേളിക്കുക. മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്, മലന്ന് കിടന്ന് തുപ്പുക എന്നത്. അത് അവനവന്റെ മേത്താണ് വീഴുന്നത് എന്നറിയാമെങ്കിൽ പോലും നമ്മൾ വിമർശിച്ചതിന് ശേഷം പറയും, എന്നാലും നമ്മളുടെ നാട് തരക്കേടൊന്നും ഇല്ലാട്ടോ, കുറച്ചൊക്കെ മാറ്റേണ്ട. അതായത് സ്വയം ഉണ്ടാകുന്ന കുറ്റബോധമാണ് പതുക്കെ അവസാനം വരെ നെഗറ്റീവ് പറഞ്ഞ് പിന്നെ തിരുത്തി പറയാം. എന്തിനാ ഈ അവസാനം വരെ നെഗറ്റീവ് പറയുന്നത്? ആ തോന്നല് ഉണ്ടാവാതിരിക്കാൻ ഭാരതീയ പൈതൃകത്തിന്റെ അറിവുകള് തെറ്റായിട്ട് ഉപയോഗിക്കരുത്, ഭാരതത്തെയും തെറ്റായിട്ട് വിമർശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനീത പ്രണാമം, നമസ്കാരം.